മൂന്നാറിൽ തെരുവുനായ ആക്രമണം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് പ്രദേശവാസികൾ. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാണ്. നിലവിൽ വിനോദസഞ്ചാരികളടക്കം 6 പേരെയാണ് തെരുവുനായ കടിച്ചത്. എന്താണ് നിലവിൽ വരുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെയോടെയാണ് ഈ തെരുവുനായയുടെ ഒരു ശല്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്ന് കേരള വിഷൻ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ യാതൊരുവിധ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് ശേഷമാണ് ഇത്തരം 3 വിനോദസഞ്ചാരികൾക്ക് മൂന്നാർ ടൗണിന്റെ സമീപത്തും അതോടൊപ്പം തന്നെ ഒരു 4 പേരെ മൂന്നാർ ടൗണിലെ പെരിവാര സ്റ്റാൻഡിലും ഈ ഒരു നായ തന്നെ, ഒരു വെളുത്ത നായ ഈ 7 പേരെയും കടിച്ചത്. ഏകദേശം 8-ലധികം പേർക്ക് കടി ഏറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവർ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നായ കടിച്ചിട്ടും പിടിവിടാതെ പലരും ഒത്തിരിയേറെ ബഹളം വെച്ച് പിന്നീട് ആളുകൾ കൂട്ടത്തോടെ നായ അടിയെടുത്ത് ഓടിച്ച ശേഷമാണ് നായ അവിടെ പിന്മാറുന്നത്. ഇതോടെ നായ പല ഭാഗങ്ങളിലും എത്തി പല ആളുകളെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഏതായാലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. മൂന്നാറിലെ പല മേഖലകളിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ദൃശ്യങ്ങളടക്കം നമ്മൾ വ്യക്തമാക്കിയിരുന്നതാണ്. ഇത്തരത്തിൽ സഞ്ചാരികളടക്കം വരുന്ന മേഖലകളിൽ തെരുവുനായയുടെ ശല്യം, കുട്ടികളടക്കം പോകുന്ന സ്ഥലങ്ങളിൽ തന്നെ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. ഏതായാലും ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. നിരവധി കുട്ടികൾ പോകുന്ന മേഖല കൂടിയാണ് ഈ പ്രദേശം. ഇവിടെയെല്ലാം തന്നെ ഈ തെരുവുനായകളുടെ സാന്നിധ്യം രൂക്ഷമാണ്. ഏതായാലും അതിലൂടെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും വീണ്ടും ഈ തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പഞ്ചായത്ത് നടപടി എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ തെരുവുനായയെ പിടികൂടാനുള്ള എന്തെങ്കിലും നടപടികൾ തുടങ്ങിയോ? ഏതായാലും ഈ കടിച്ച നായ ഇവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. ഏതായാലും മൂന്നാർ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ നായ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ വെളുത്ത ഒരു നായയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ നായക്കായുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നായ്ക്ക് പേവിഷബാധയുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 8ഓളം പേർക്കാണ് ഈ കടിയേറ്റിരിക്കുന്നത്. സഞ്ചാരികളടക്കം 8ഓളം പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ പേവിഷബാധയുടെ വാക്സിനും ഇപ്പോൾ ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നായെ കണ്ടെത്തണം. ഈ നായെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഴ ശക്തമായി തുടരുന്ന സാഹചര്യമാണെങ്കിൽ തന്നെയും ഈ നായെ കണ്ടെത്തുക അത് തന്നെയാണ് ഇപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്ത് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. കാരണം ഇനിയും വേറെ ആരെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ ഈ നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്നൊരു കാര്യം സ്ഥിരീകരണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും വലിയൊരു ആശങ്കയ്ക്ക് ഇടകടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നായെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ നിൽക്കുന്ന ഏക ഒരു ലക്ഷ്യം എന്ന് വേണം പറയാൻ കഴിയുക. നിലവിൽ മഴ കേരളത്തിൽ രൂക്ഷമാണ്. ഒപ്പം തെരുവുനായയുടെ ആക്രമണവും കൂടെ ആവുമ്പോൾ പറയേണ്ടതില്ല. നിലവിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മൂന്നാറിൽ 6 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതീവ ജാഗ്രതയോടെയാണ് ആളുകൾ സഞ്ചരിക്കേണ്ടത്. വിവരങ്ങൾ ബിനീഷ് ആന്റണിയാണ് പങ്കുവച്ചത്.